എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 4 കോഴിമുട്ട വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം എടുക്കുക. പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പാൻ ചൂടാക്കി ഈ കോഴിമുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡെങ്കിലും ഒന്നും ചെയ്യാതെ തന്നെ വെക്കുക. അതിനുശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിൽ വലിയ വലിയ പീസായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്താൽ ചെറിയ ചെറിയ പീസായി പോകും. ഇതുപോലെ മെല്ലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ എഗ്ഗ് സ്ക്രാമ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റി ആ പാനിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 5-8 വലിയ ചോള ഉള്ളി എടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഞാനിവിടെ ഇട്ടത്. ഇതിന് പകരം മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം. 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ബട്ടറിൽ ഇട്ടിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് അല്ലെങ്കിൽ വെള്ളം, പാലാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ പാലാണ് ഒഴിച്ചത്. കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ലാസ്റ്റ് ഒഴിച്ച ആ പാല് ഒന്ന് തിളച്ച് വരുമ്പോൾ തിക്കാവുമ്പോൾ നമ്മുടെ പാല് ഇങ്ങനെ തിക്കായി വരണം. ആ സമയത്ത് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് ഉപയോഗിച്ചത്. കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് പെപ്പറും ഉപയോഗിക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാത്രം ആവശ്യമുള്ള ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ കോഴിമുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്, നോക്കിയിട്ട് വേണം ഇടാൻ. ഒരു പിഞ്ച് ഉപ്പ് ഇതിനാവശ്യമുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്ത മല്ലിച്ചപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ